ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ ആനുവൽ ഇവാലുവേഷൻ 2021-22 വർഷത്തെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇംഗ്ലീഷ് എക്സാമിനൊക്കെ റെഡി ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് എന്നും അവയുടെ ആൻസേഴ്സ് ഒന്നും നമുക്ക് നോക്കാം. എക്സാം എഴുതാനുള്ള സമയം എന്ന് പറയുന്നത് 2 hours ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആക്ടിവിറ്റി നമ്പർ 1, റീഡ് ദ ഫോളോയിങ് പോം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. താഴെയുള്ള പോം വായിച്ചിട്ട് അതിന് താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒന്നുകിൽ നമുക്കൊരു പോം തരും, അല്ലെങ്കിൽ ഒരു പാസേജ്, അല്ലെങ്കിൽ സ്റ്റോറി, ഇതിൽ ഏതെങ്കിലും ഒന്ന് തന്നിട്ട് അതുമായി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടെത്താനാണ് സാധാരണ എല്ലാ പേപ്പറിലും വരാറ്. ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് കമ്പൽസറി ആണ്, നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. അപ്പോൾ കൂട്ടുകാർ എന്താണ് തന്നിട്ടുള്ളത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആൻസർ എഴുതാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള പോം നമുക്ക് വായിക്കാം. I have a little frog. His name is Chinny Tim. I put him in the bathtub to see if he could swim. He drank up all the water. He gulped up the soap. And when he tried to talk, he had a bubble in his throat. അപ്പം എന്താണ്, ടൈനി ടിം എന്നുള്ള ഒരു ഫ്രോഗിനെ അത് നീന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ബാത്ത് ടബിലാക്കിയിരിക്കുകയാണ്. അങ്ങനെ അത് വെള്ളം നന്നായിട്ട് കുടിച്ചു. അതിന് സംസാരിക്കാൻ പറ്റാത്ത അത്രയും ടയേർഡായപ്പോൾ എന്താണ്, അതിൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ ബബിൾസ് വരാനായിട്ട് തുടങ്ങി. ഇനി ഇതിലെ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ പോം. ഈ പോമിന് നല്ല ഒരു ടൈറ്റിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് കൊടുക്കാം? ടൈനി ടിം എന്ന് വേണമെങ്കിൽ കൊടുക്കാം, അല്ലേ? ടൈനി ടിം എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ലിറ്റിൽ ഫ്രോഗ് എന്നുള്ളത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ടൈറ്റിൽ കൊടുക്കാം. സെക്കൻഡ് വൺ, ഫൈൻഡ് ഔട്ട് എ പെയർ ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോം. ഈ പോമിൽ നിന്നുള്ള റൈമിംഗ് വേർഡ്സ് കണ്ടെത്താനാണ്. എന്താണ് റൈമിംഗ് വേർഡ്സ്? ഒരു പോമിൻ്റെ ലിറിക്സിൻ്റെ എൻഡിൽ വരുന്നതാണ് റൈമിംഗ് വേർഡ്സ്. അപ്പോൾ ഒന്നാമത്തെ ലിറിക്സിൽ ഒരു റൈമിംഗ് വേർഡ് ഉണ്ടെങ്കിൽ സെക്കൻഡ് ചിലപ്പോൾ അതുമായിട്ട് ജോയിൻ ആവില്ല, തേർഡ് വൺ അതുമായിട്ട് ജോയിൻ ആയിരിക്കും. അപ്പോൾ കൂട്ടുകാരത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ നമുക്ക് ടിം ആൻഡ് സ്വിം, അല്ലെ? ടിമ്മ് സ്വിമ്മ് രണ്ടും സെയിം പ്രൊനൗൺസിയേഷൻ ആണ്. ഇനി തേർഡ് വൺ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ലിറ്റിൽ ഫ്രോഗ്? ഈ ലിറ്റിൽ ഫ്രോഗിന്റെ പേരെന്താണ്? ടൈനി ടിം. ഓക്കെ. ഫോർത്ത് ക്വസ്റ്റ്യൻ, വൈ ഡസ് ഹി പുട്ട് ദ ഫ്രോഗ് ഇൻ ദ ബാത്ത് ടബ്? എന്തിനാണ് അതിന് ബാത്ത് ടബിൽ ഇട്ടത്? ടു സീ ഇഫ് ഹി കുഡ് സ്വിം. അത് സ്വിമ്മ് ചെയ്യുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് എ വേർഡ് ഫ്രം ദ പോം വിത്ത് ദ മീനിങ് ദ ഫ്രണ്ട് പാർട്ട് ഓഫ് ദ നെക്ക്. ദ ഫ്രണ്ട് പാർട്ട് ഓഫ് ദ നെക്ക് എന്ന് പറയുന്നത് ഏതാണ്? ആ ഒരു മീനിങ് വരുന്ന വാക്ക് ഏതാണ്? ത്രോട്ടാണ്. ത്രോട്ടാണ് നമ്മുടെ ദ ഫ്രണ്ട് പാർട്ട് ഓഫ് ദ നെക്ക് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. ടോട്ടോ ചാൻ helped Yasuki Chan to climb her tree. On returning home, Toto Chan was thinking about her great adventure. Write the thought of Toto Chan. എന്താണ്? ടോട്ടോ ചാനെയും യസുക്കി ചാനെയും നമ്മൾ മറന്നിട്ടില്ലല്ലേ? അപ്പോൾ എന്താണ്, നമ്മൾ ടോട്ടോ ചാനെ അന്നത്തെ ആ ഒരു അഡ്വഞ്ചറിനെ കുറിച്ചിട്ട് തിങ്ക് ചെയ്യാണ്. എന്തൊക്കെയാണ് അന്ന് ഉണ്ടായത് എന്നതിനെ കുറിച്ച് തിങ്ക് ചെയ്യാണ്. കാരണം എന്താണ്, യസുക്കി ചാനെ മരം കയറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ആ ഒരു തോട്ട്സ് ഒക്കെയാണ് നമ്മളിവിടെ എഴുതേണ്ടത്. എന്തൊക്കെ എഴുതാം നമുക്ക്? വാട്ട് ആൻ അഡ്വഞ്ചറസ് ഡേ ടുഡേ വാസ്. ഐ ഹെൽപ്ഡ് യസുക്കി ജാൻ ടു ക്ലൈംബ് ദ ട്രീ. യസുക്കി ജാൻ thought that because he had a polio, he would not able to climb tree. It was with a great effort that I made Yasuki-chan climb the tree. Thank God, he finally managed to climb the tree. I will never forget this beautiful adventure. എന്താണ് പറയുന്നത്? വാട്ട് ആൻ അഡ്വഞ്ചറസ് ഡേ ടുഡേ വാസ്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എന്തൊരു അഡ്വഞ്ചർ ആയിരുന്നു. ഐ ഹെൽപ്ഡ് യസുക്കി ജാൻ ടു ക്ലൈംബ് ദ ട്രീ. എന്താണ്, യസുക്കി ജാനെ ഞാൻ മരം കയറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. യസുക്കി ജാൻ തോട്ട് ദാറ്റ് ബിക്കോസ് ഹി ഹാഡ് പോളിയോ. അവൻ ചിന്തിച്ചത് എന്താണ്? യസുക്കി ജാനും വിചാരിച്ചത് എനിക്ക് പോളിയോ ആണ്, എനിക്ക് കയറാൻ പറ്റില്ല എന്നാണ്. ഹി വുഡ് നോട്ട് ഏബിൾ ടു ക്ലൈംബ് ട്രീ. അവനിക്ക് മരം കയറാൻ പറ്റില്ല എന്നായിരുന്നു. ഇറ്റ് വാസ് വിത്ത് ഗ്രേറ്റ് എഫേർട്ട്. ഇത് വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള വളരെ വലിയ ഒരു എഫേർട്ടാണ്. ദാറ്റ് ഐ മെയ്ഡ് യസുക്കി ജാൻ ക്ലൈംബ് ദ ട്രീ. എന്താണ്, ഞാൻ ഇന്ന് അവനെ മരം കയറ്റിയത് ഏറ്റവും വലിയ ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. താങ്ക് ഗോഡ് ഹി ഫൈനലി മാനേജ് ടു ക്ലൈംബ് ദ ട്രീ. അവന് എങ്ങനെയാണ് മരം കയറുക എന്നുള്ളത് അവന് മാനേജ് ചെയ്യാൻ പഠിച്ചു. ഐ വിൽ നെവർ ഫോർഗെറ്റ് ദിസ് ബ്യൂട്ടിഫുൾ അഡ്വഞ്ചർ. ഞാൻ ഒരിക്കലും ഈ ഒരു സംഭവം മറക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും ടോട്ടോ ചാൻ്റെ മെയിൻ ആയിട്ടുള്ള തോട്ട്സ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരൊന്ന് നന്നായിട്ട് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം നമുക്ക്. തേർഡ് ആക്ടിവിറ്റി ആണ്. ആഫ്റ്റർ പോസ്റ്റിംഗ് ദ സെക്കൻഡ് ലെറ്റർ ടു ഗോഡ്, ലെഞ്ചോ റിട്ടേൺ ഹോം. എന്താണ്, രണ്ടാമത്തെ ലെറ്റർ സെൻഡ് ചെയ്തതിനു ശേഷം ലെഞ്ചോ വീട്ടിലെത്തി.
എന്നിട്ട് ലെഞ്ചോ ടോൾഡ് എവറിത്തിങ് ടു ഹിസ് വൈഫ്. എല്ലാ കാര്യങ്ങളും ലെഞ്ചോ തൻ്റെ ഭാര്യയോട് പറഞ്ഞു. വാട്ട് വുഡ് ബി ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ലെഞ്ചോ ആൻഡ് ഹിസ് വൈഫ്. അങ്ങനെ ലെഞ്ചോയും വൈഫും തമ്മിലുള്ള കോൺവെർസേഷനാണ് നമുക്കിവിടെ എഴുതേണ്ടത്. അപ്പോൾ വൈഫ് ചോദിക്കുന്നുണ്ട്, വേർ വേർ യു, നിങ്ങൾ എവിടെയായിരുന്നു? അപ്പോൾ ലെഞ്ചോ എന്താ പറയുക, ഐ വെന്റ് ടു ദ പോസ്റ്റ് ഓഫീസ്, ഞാൻ പോസ്റ്റ് ഓഫീസിലേക്ക് പോയി. വൈഫ് എന്താ ചോദിക്കുക, ഡിഡ് യു ഗെറ്റ് 100 pesos, നിനക്ക് 100 pesos കിട്ടിയോ നിങ്ങൾക്ക് എന്ന് ചോദിക്കും. അപ്പോൾ ലെഞ്ചോ പറയുന്നുണ്ട്, ഐ ഗോട്ട് ഓൺലി 70 pesos, എനിക്ക് ആകെ 70 pesos മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ വൈഫ് എന്തായിരിക്കും, ദാറ്റ്സ് ഓൾ യു ഗോട്ട്, അത്രയും നിങ്ങൾക്ക് കിട്ടിയില്ലേ? അപ്പോൾ ലെഞ്ചോ പറയും, യെസ് എനിക്ക് കിട്ടി, ബട്ട് ഐ റോട്ട് അനദർ ലെറ്റർ ടു ഗോഡ് ടു സെൻഡ് മീ ദ റെസ്റ്റ് ഓഫ് ദ മണി. ഞാൻ ഗോഡിന് വീണ്ടും ലെറ്റർ സെൻഡ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ബാക്കിയുള്ള മണിയും കൂടെ സെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ വൈഫ് പറയും, ഐ തിങ്ക് ഗോഡ് വിൽ സെൻഡ് അസ്, എനിക്ക് തോന്നുന്നത് ഗോഡ് അതും കൂടെ നമുക്ക് അയച്ചു തരുമെന്നാണ് തോന്നുന്നത് എന്ന് പറയുന്നു. ലെഞ്ചോ പറയും, ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്, നമുക്ക് നല്ലതിന് വേണ്ടിയിട്ട് പ്രതീക്ഷിക്കാം എന്ന് പറയും. അപ്പോൾ ഇത്തരത്തിലാണ് ഇവർ രണ്ടുപേരും തമ്മിൽ നടക്കാനിടയുള്ള ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കിയാലോ. ഫോർത്ത് വൺ, ദിസ് ഈസ് എ പിക്ചർ ഓഫ് ലെഞ്ചോസ് വില്ലേജ്, ഡിസ്ക്രൈബ് ദ വില്ലേജ്. ഇവിടെ ലെഞ്ചോസിൻ്റെ വില്ലേജിൻ്റെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പിക്ചറിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യാനാണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇവിടെ കാണുന്നത് എന്നൊക്കെ നമ്മളൊന്ന് എഴുതി കൊടുത്താൽ മതി. അപ്പോൾ ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷനും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുണ്ട്. അപ്പോൾ കൂട്ടുകാരെങ്ങനെയാണ് ഒരു പിക്ചർ തന്നാൽ ഇതിന് ഡിസ്ക്രൈബ് ചെയ്യുക എന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഇവിടെ എഴുതാം, ഇൻ ദിസ് പിക്ചർ ലെഞ്ചോസ് വില്ലേജ് ഈസ് സോ ബ്യൂട്ടിഫുൾ. എന്താണ് ഈ പിക്ചറിൽ ലെഞ്ചോയുടെ വില്ലേജ് എന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ളതാണ്. വി ക്യാൻ സീ ദ മൗണ്ടെയിൻസ് ആൻഡ് സൺ ഷൈനിങ് ത്രൂ ദ മൗണ്ടെയിൻസ് ആൻഡ് ദ ബേർഡ്സ് ഫ്ലൈ. എന്താണ് നമുക്കിവിടെ മൗണ്ടെയിൻസ് കാണാൻ പറ്റും, സണ്ണ് ഇങ്ങനെ ഷൈൻ ചെയ്തിട്ട് മൗണ്ടെയിൻ്റെ ഇടയിലുള്ളത് കാണാൻ പറ്റും, ബേർഡ്സ് ഒക്കെ ഫ്ലൈ ചെയ്യുന്നത് കാണാൻ പറ്റും അല്ലേ. ഇതെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഹൗസസ് ക്യാൻ ബി സീൻ ബിലോ ദ ഹിൽസ് ആൻഡ് കോൺ ഫീൽഡ്സ് നിയർ ദ ഹൗസ്. അതുപോലെ തന്നെ വീടിൻ്റെ അടുത്തായിട്ട് കുറേ ഹിൽസുകളും അതുപോലെ കോൺ ഫീൽഡ്സും എല്ലാം നമുക്ക് കാണുന്നുണ്ട് അല്ലേ. എ റിവർ ക്യാൻ ബി സീൻ ഫ്ലോയിങ് നിയർ ദ കോൺഫീൽഡ്. ആ കോൺഫീൽഡിൻ്റെ ഇടയിലൂടെ ഒരു റിവർ പോകുന്നതായിട്ട് നമുക്ക് കാണാം. കൂടാതെ എന്ത് കാണാൻ പറ്റും, എ ബ്രിഡ്ജ് ക്യാൻ ബി സീൻ അക്രോസ് ദ റിവർ ആൻഡ് ഹൗസ് നെക്സ്റ്റ് ടു ഇറ്റ്. ആ ഒരു റിവറിനെ ക്രോസ് ചെയ്തുകൊണ്ട് ഒരു ബ്രിഡ്ജ് ഉണ്ട്, അതിന് അടുത്തായിട്ട് ഒരു ഹൗസും ഉണ്ട്. അപ്പോൾ ഇവിടെ കാണുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഓരോ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആയിട്ട് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്, ഹിയർ ദ ഇവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി എ സാറ്റർഡേ മോർണിംഗ് ദർ ആർ ഗിവൺ ഇൻ ജംബിൾഡ് ഓർഡർ. ഇവിടെ എന്താണ് നമ്മുടെ സ്റ്റോറി ആയിട്ടുള്ള എ സാറ്റർഡേ മോർണിംഗ് എന്നുള്ളതിൽ ഇവൻറ്റ്സ് തന്നിട്ടുണ്ട്, പക്ഷേ ജംബിൾ ആയിട്ടാണ്, അഥവാ കറക്റ്റ് ഓർഡറിലല്ല തന്നിട്ടുള്ളത്. നമ്മളത് ഓർഡർ ആക്കിയിട്ട് എഴുതണം. അറേഞ്ച് ദം ഇൻ ദ കറക്റ്റ് ഓർഡർ. ഓക്കെ, അപ്പോൾ ഏതാണ് ഫസ്റ്റ് വരുന്നത്, ഫസ്റ്റ് ഓരോന്ന് എങ്ങനെയാണെന്ന് പറയാം. ഒന്നാമതായിട്ട് വരുന്ന സെൻറ്റൻസ് എന്ന് പറയുന്നത്, ടോം വാസ് കോട്ട് ബൈ ആൻഡ് പോളി വൈൽ സ്റ്റീലിംഗ് ജാം. അതാണ് ഫസ്റ്റ് സെൻറ്റൻസ് ആയിട്ട് വരുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, ഹി പ്ലേഡ് എ ട്രിക്ക് വൈൽ ആൻഡ് വാസ് അബൌട്ട് ടു ബീറ്റ് ഹിം. അതാണ് സെക്കൻഡ് ആയിട്ട് വരുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത്, ആൻറ്റിപോളി പണിഷ്ഡ് ഹിം ബൈ മേക്കിംഗ് ഹിം ടു വൈറ്റ് വാഷ് എ ബിഗ് ഫെൻസ് ഓൺ സാറ്റർഡേ. അതാണ് തേർഡ് വൺ. ഫോർത്ത് വൺ എന്ന് പറയുന്നത്, Ben and all other friends wanted to whitewash the fence. Last one എന്ന് പറയുന്നത്, he could make all his friends work while he took rest under a tree. ഇതാണ് ലാസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് ഓർഡറിലാക്കിയിട്ട് നിങ്ങൾ എഴുതി കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും ഇതിൽ ചെയ്യാനില്ല. നെക്സ്റ്റ്, high above the city on a tall column stood the statue of Happy Prince. Do you like the character of Happy Prince? നിങ്ങൾക്ക് ഹാപ്പി പ്രിൻസിൻ്റെ ക്യാരക്ടർ ഇഷ്ടമാണോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഹാപ്പി പ്രിൻസിനെ മറന്നിട്ടില്ലല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ഹാപ്പി പ്രിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, റൈറ്റ് എ ബ്രീഫ് പാരഗ്രാഫ് അബൌട്ട് ഹാപ്പി പ്രിൻസ്. ഹാപ്പി പ്രിൻസിനെ കുറിച്ചിട്ട് ഒരു സ്മോൾ പാരഗ്രാഫ് എഴുതണം. യു മേ മേക്ക് യൂസ് ഓഫ് ദ ഹിൻസ് ഗിവൺ ഇൻ ദ വേർഡ് വെബ്. താഴെ ഒരു വേർഡ് വെബിൽ തന്നിട്ടുള്ള എല്ലാ ഹിൻസും നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്തൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത്? ഗിൽഡഡ് വിത്ത് ഗോൾഡ്, സാഫയർ, ഹാപ്പി, ഹെൽപ്ഫുൾ. ഇതൊക്കെയാണ് ഹാപ്പി പ്രിൻസിനെ കുറിച്ച് തന്നിട്ടുള്ള വേർഡ് വെബ് എന്ന് പറയുന്നത്. ഇതുമായി ബേസ് ചെയ്തിട്ട് ഒരു പാരഗ്രാഫ് നമുക്ക് എഴുതണം. എന്തൊക്കെ എഴുതാം? ദ ഹാപ്പി പ്രിൻസ് ഇസ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി റിട്ടൺ ബൈ ഓസ്കാർ വൈൽഡ്. Happy Prince lived in a palace. Sorrow had no entry there. After the death of the Happy Prince, a statue of Happy Prince was erected at the highest point in the city. He was gilded all over with leaves of fine gold. For eyes he had two bright sapphires and a large red ruby cloud on his sword hilt.
He became sad when he started noticing the misery and suffering of needy people of the city. With the help of Swallow, Happy Prince had the needy people in his city. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹാപ്പി പ്രിൻസിനെ കുറിച്ചിട്ട് എഴുതാനുള്ളത്. ഒരു ഷോർട്ട് പാരഗ്രാഫായിട്ട് നിങ്ങൾ എഴുതി കൊടുത്താൽ മാത്രം മതി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മീനിങ് ഓഫ് സം വേർഡ്സ് ആർ ഗിവൺ ബിലോ. ചില ഇതിൻ്റെ മീനിങ് തന്നിട്ടുണ്ട്, സെൻറ്റൻസിൻ്റെ മീനിങ് തന്നിട്ടുണ്ട്. ഓക്കെ, ഫൈൻഡ് ഔട്ട് ദ വേർഡ് ഫ്രം ദ ബാക്കറ്റ് ആൻഡ് കംപ്ലീറ്റ് ദ ക്രോസ് വേർഡ് പസിൽ. ഈ പസിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. എന്താണ് ഓരോന്നും വായിച്ച് ഓരോ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള വാക്കുകൾ നിങ്ങൾ എഴുതി കൊടുത്താൽ മാത്രം മതി. അങ്ങനെ നമുക്ക് ഈ ഒരു ക്രോസ് വേർഡ് പസിൽ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വായിച്ച് നോക്കാം. തന്നിട്ടുള്ള വേർഡ്സ് ആദ്യം വായിക്കാം. റിഫ്ലക്റ്റ്, ക്രാബ്, ബാറ്റിൽ, ഐലൻഡ്, സെയിലർ. ഇനി അക്രോസ് ആയിട്ട് എഴുതേണ്ടത് എ പേഴ്സൺ ഹു വർക്ക്സ് ഓൺ എ ഷിപ്പ് ഓർ എ ബോട്ട്. ഒരു പേഴ്സൺ ഷിപ്പിലോ ബോട്ടിലോ വർക്ക് ചെയ്യുന്ന ആളെ നമ്മൾ പറയുന്നത് എന്താണ്? സെയിലർ എന്നാണ്, അല്ലേ? സൈലർ എന്നാണ്. SAILOR. ഇനി സെക്കൻഡ് വൺ എ ഫൈറ്റ് ബിറ്റ്വീൻ ലാർജ് ആൻഡ് ആംഡ് ഫോഴ്സ്. ഒരു ലാർജ് അല്ലെങ്കിൽ ഒരു ആംഡ് ഫോഴ്സുമായിട്ടുള്ള ഒരു ഫൈറ്റിന് നമ്മൾ പറയുന്നതാണ് ബാറ്റിൽ എന്നുള്ളത്. ബാറ്റിൽ, യുദ്ധം, അല്ലെ? ബാറ്റിൽ എന്ന് പറയുന്നത്. ഡൗൺ എഴുതേണ്ടത് നോക്കൂ. ടു ടേക്ക് സംതിങ് ക്വിക്ക്ലി ബൈ ഫോഴ്സ്. നമ്മൾ പെട്ടെന്നൊരു സാധനം ക്വിക്ക് എടുക്കുന്നതിന് നമ്മൾ പറയുന്നതാണ് ഗ്രാബ് എന്നുള്ളത്. ഇനി എ പീസ് ഓഫ് ആൻഡ് സറൗണ്ടഡ് ബൈ വാട്ടർ. അതാണ് ഒരു ലാൻഡ്, അതിൻ്റെ സറൗണ്ട് ഫുള്ള് വാട്ടർ ആണെങ്കിൽ നമ്മൾ അതിനെ ഐലൻഡ് എന്നാണ് പറയുന്നത്, ഐസ്ലാൻഡ് എന്നാണ് പറയുന്നത്. ഇനി ഫിഫ്ത്ത് വൺ ടു സീ ദ ഇമേജ് ഓഫ് സംബഡി ഓർ സംതിങ് ഓൺ മിറർ, വാട്ടർ, ഗ്ലാസ്, എക്സെട്ര. അതിനെന്താണ് നമ്മൾ പറയുക? നമ്മൾ ഇപ്പോൾ ഒരു മിററിൽ നോക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും അതിൽ കാണുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പറയുന്നത് നമ്മളെ തന്നെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ റിഫ്ലക്ഷൻ ആണെന്നാണ്, അല്ലേ? അപ്പോൾ അവിടെ റിഫ്ലക്റ്റ് എന്ന വാക്കാണ് എഴുതേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ആൻസർ സൈലിയർ, സെക്കൻഡ് വൺ ബാറ്റിൽ, തേർഡ് വൺ ഗ്രാബ്, ഫോർത്ത് വൺ ഐലൻഡ്, ദ ലാസ്റ്റ് വൺ ഈസ് റിഫ്ലക്റ്റ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എഡിറ്റ് ദ അണ്ടർലൈൻ വേർഡ്സ് ആൻഡ് ചൂസ് ദ റൈറ്റ് വേർഡ് ഫ്രം ദ ബ്രാക്കറ്റ്. ഇവിടെ കുറച്ച് വേർഡ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അത് തെറ്റായതാണ്, അതിനെ നമ്മൾ എഡിറ്റ് ചെയ്യണം. പക്ഷേ അവിടെ ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്. ആൻസർ നമ്മൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്താൽ മാത്രം മതി. ഫസ്റ്റ് വൺ സഡൻലി ആൻ എന്നുള്ളതാണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. ദ ഓർ എ, അവിടെ എന്താ വരുന്നത്? അവിടെ ആൻ ഫ്ലാഷ് എന്നുള്ളതാണ്. ആൻ ഫ്ലാഷ് എന്നല്ല നമ്മൾ പറയാം, എ ഫ്ലാഷ് എന്നാണ് പറയാം. അപ്പോൾ ഇവിടെ എ ആണ് കറക്റ്റായിട്ട് ഉത്തരം. ഫ്ലാഷ് ഓഫ് ലൈറ്റ് ഫെൽ ഇൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഇൻ ഹിസ് ഐസ്, അവിടെ എന്താണ് വരുന്നത്? ഇൻ ഹിസ് ഐസ് അല്ല, ഓൺ ഹിസ് ഐസ് എന്നാണ് വരുന്നത്. അതാണ് അവരുടെ കറക്റ്റ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്, ഓൺ ആണ്. സംതിങ് ഷൈനിങ് ലൈനിങ് വാസ്, അവിടെ എന്താണ്? ലൈനിങ് വാസ് എന്നല്ല, വാസ് ലൈനിങ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള വേർഡ് ഓർഡർ എന്ന് പറയുന്നത്. ഓൺ ദ സാൻഡ് ഹി പിക്ക്, അവിടെ പിക്ഡ് തന്നിട്ടുണ്ട്, പിക്കിംഗ് തന്നിട്ടുണ്ട്. എന്താണ്? പിക്ഡ് എന്നുള്ളതാണ്. ഹി പിക്ഡ് ഇറ്റ് അപ്പ്, അത് കഴിഞ്ഞു പോയതാണ്, അപ്പോൾ പാസ്റ്റ് ആണ്, പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഹി പിക്ഡ് ഇറ്റ് അപ്പ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ഇറ്റ്. ഹി ഡാഷ് ഹി ഹാഡ് നെവർ സീൻ സച്ച് എ തിങ് ബിഫോർ. അവിടെ ഹി എന്നുള്ളിടത്ത് എന്താ വരുന്നത്? ഹി ആണോ ഇസ് ആണോ? ഹി തന്നെയാണ് വരേണ്ടത്, പക്ഷേ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ഷുഡ് ബി ക്യാപിറ്റൽ ലെറ്റർ. ഓക്കെ, അപ്പോൾ അവിടെ H ക്യാപിറ്റൽ ആണ് എഴുതേണ്ടത്. ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ്. എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.